సినిమా సువిత్తమామా నీకు సినిమా సువిత్తమామా సీను సీనుకి నీతో సిటీ కొట్టితమామా గల్లవట్టి గుంజుతాంది దీని సూపే లల్లి వట్టి సంపుతాంది దీని నవ్వే కత్తి లెక్క గుచ్చుతాంది దీని సోకే ఏ మామ దీని చూడకుంటే మన్ను తిన్న మాము లెక్క మనసు పండబట్టే സപ്തസ്വരങ്ങൾ കൊണ്ട് സംഗീതത്തിന്റെ മാസ്മരികത സൃഷ്ടിക്കുന്ന കുട്ടിപ്പാട്ടുകാരുടെ ഈ സംഗമവേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ, പ്രസന്റഡ് ബൈ മഹാലക്ഷ്മി സിൽക്സ് ആൻഡ് ഇംപെക്സ്, പവേർഡ് ബൈ ഐടെക്സ് ഡാസ്ലർ ലൂമിനസ് ലിക്വിഡ് മേക്കപ്പ്, ശാന്തിഗിരി ഹൃദയരഞ്ജിനി പെയിൻ റിലീവർ ബാം, ഈസ്റ്റേൺ സിയറ്റ് ആൻഡ് പോളിക്യാപ്. കുട്ടിക്കുറുമ്പന്മാർക്ക് ആത്മവിശ്വാസം പകരുന്ന നമ്മുടെ സ്വന്തം ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. വെൽക്കം എം ജി അങ്കിൾ, സിതാര ചേച്ചി. കൊച്ചു ഗായകരുടെ ഗാനവസന്തത്തിന്റെ വാദ്യാഘോഷം നമ്മുടെ സ്വന്തം ടോപ്പ് ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. ആർദ്ര സംഗീതത്തിന്റെ സ്നേഹമുഖം നമ്മുടെ സ്വന്തം ശിവാനി. വെൽക്കം ഓൺ സ്റ്റേജ്. ഞാനിന്ന് ഗിരീഷ് പുത്തഞ്ചേരി സാർ റൗണ്ടിൽ പാടാൻ പോകുന്നത് കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന സിനിമയിലെ ചിത്രാമ്മ വളരെ മനോഹരമായി പാടിയ പിന്നെയും പിന്നെയും ആരോക്കിനാവിൻ്റെ എന്ന പാട്ടാണ്. ഗ്രൂമിങ് സെക്ഷനിൽ പറഞ്ഞത് ഈ പാട്ടിന് ഒരു പ്രത്യേക ഒരു ഫീൽ ഉണ്ട്, അതായത് ഒരു കാത്തിരിപ്പിൻ്റെ ഒരു മൂഡ് വരുത്തുന്ന രീതിയിലൊരു പാട്ടാണ്. അപ്പോൾ അതൊക്കെ ചിത്രാമ്മ എങ്ങനെ പാടിയോ അതേപോലെ പാടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ തീർച്ചയായും അങ്ങനെ പാടാൻ ശ്രമിക്കും. കണ്ടോ, ഞങ്ങൾ രണ്ടുപേരും റെഡ് കിട്ടും. പൂക്കൾ ചുവന്ന പൂക്കൾ ലാൽസന. ചെരുപ്പ് വരെ ചുവപ്പാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ഡ്രസ്, ബ്യൂട്ടിഫുൾ സ്മൈൽ എല്ലാം ഉണ്ട്. ഏത് പാട്ടാ മോളെ? പിന്നെയും പിന്നെയും ആരോക്കിനാവിൻ്റെ. ഓക്കെ, തകർക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. തലശ്ശേരി ഉണ്ട്, ബിരിയാണി ഉണ്ട്, ശിവാനി ഉണ്ട്, സിത്തു ഉണ്ട്. സിത്തുന്റെ കാര്യം വിട്ടേ, സിത്തുന്റെ കാര്യം വിട്ടു. സിത്തുന്റെ കാര്യം നമ്മൾ റദ്ദ് ചെയ്തു. ഞാൻ സാറിന് മെസ്സേജ് കാണിച്ചു തന്നില്ലേ? സാറിന് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ റെഡി ആയിട്ട് പ്രിയ സഹോദരൻ സാറിന് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ താല്പര്യമുള്ള കുറെ ആൾ മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ഞാൻ കാണിച്ചു കൊടുത്തു സാർ. അവരുടെ ബിരിയാണി നമുക്ക് വേണ്ട, നമുക്ക് സിത്തു ഉണ്ടാക്കുന്ന ബിരിയാണി തന്നെ. നമ്മുടെ ഇപ്പൊ ക്രൂ എന്ന് പറഞ്ഞാൽ കൊണ്ടുവരും. ഇപ്പൊ 1343 പേരായി. ഇത് എന്തത് 1344 പേർക്കുള്ള ബിരിയാണി ഞാൻ കൊണ്ടുവരും. ഇതിന്റെ പ്രൊഡ്യൂസർ എന്റെ അടുത്ത് പറയുന്നുണ്ട് ധൈര്യമായിട്ട് ഏറ്റോളാം. നാണക്കേടായിട്ടുണ്ട് എനിക്ക്. ബിരിയാണി കിട്ടോ? അവിടുന്ന് കിട്ടോ? കിട്ടും. അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ട് കൊണ്ടുവരാം. ഈ പ്രാവശ്യം നാട്ടിൽ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിലെ കൊണ്ടുവന്നേനെ. പക്ഷെ അടുത്ത പ്രാവശ്യം കൊണ്ടുവന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ട് കൊണ്ടുവരാം. അടുത്ത പ്രാവശ്യം കൊണ്ടുവന്നില്ലെങ്കിൽ ഷൂട്ട് പണിടുവേ. അടുത്ത പ്രാവശ്യം കൊണ്ടുവന്നില്ലെങ്കിൽ
ആ പറഞ്ഞു ചൂരൽ. എന്നിട്ട് ഒരെണ്ണം എനിക്ക് പറയാം. എന്താണ് ചൂരൽ. ചൂരില് ഞാൻ ആദ്യത്തെ പ്രാവശ്യം കൊണ്ടുവന്നില്ലെങ്കിൽ ഒന്നുമില്ല. പഠിക്കോ ചേർത്തതാവാ ചേർത്തതാവാ ചേർത്തതാവാ
നിസ്വനം പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണൂതുന്ന മൃദുമന്ത്രണം പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. താങ്ക് യു. എന്ത് ക്യൂട്ടായിരുന്നു പാടണം കേൾക്കാൻ വേണ്ടിട്ട്. Thank you. എല്ലാരും ഓഡിയൻസ് എല്ലാരും ഞാൻ ഉൾപ്പെടെ ഇങ്ങനെ ജഡ്ജസും എല്ലാരും ഇങ്ങനെ ഞാൻ കണ്ടു ഇങ്ങനെ മുഖം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കണ്ണുപോലെ ടെൻഷനാണ്. അവരോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരിപ്പുണ്ടായിരുന്നു. മോത്തെ ചിരിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് പാടി തീരുന്നവരെ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അത് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് പാടാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മോള് കിടുവായിട്ട് പാടിയിട്ട് നന്നായിട്ട് പാടി. താങ്ക് യു സർ. അത് ആദ്യത്തെ ആ സംഗതി ഉണ്ടല്ല, അവിടാണ് ഏറ്റവും ഒരു ഇത് വരുന്നത്. രണ്ടാമത്തെ ഓക്കെയാണ്, അത് തെറ്റൊന്നുമില്ല. പക്ഷെ ആദ്യത്തെ പെർഫെക്റ്റ് ആയിട്ട് തോന്നും. അവിടെ ഓപ്പൺ ആക്കിയാൽ മതി, അത്രേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ വരുമോ ഇല്ലയോ എന്ന് പേടിക്കൊന്നും വേണ്ട. പക്ഷെ നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഇത് എങ്ങനെ പറ്റിയത്? ഞാൻ കുറെ ഹാർഡ് വർക്ക് ചെയ്തു ഈ പാട്ടിന് വേണ്ടിയിട്ട്. വെരി 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 ശരി. അപ്പൊ എന്താണ് അതിന്റെ ഒരു പിന്നെ ഗുണപാഠം എന്താണ്? നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ശബ്ദം കളയരുത്. കുറെ പ്രാക്ടീസ് ചെയ്യും തോറും നമുക്ക്. പക്ഷേ അതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിന്റെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നല്ല ഫീലോടുകൂടി പാടി. അതായത് അത് എൻ്റെ ഒരു ഫീലുണ്ടല്ലോ, അതിന്റെ എക്സ്പ്രഷൻ അതുപോലെയൊക്കെ പാടി. പിന്നെ ചെറിയ ചെറിയ അക്ഷരങ്ങൾ മോക്ക് ചെറിയ ഇത് വരുന്നുണ്ട്, അത് കുഴപ്പമില്ല. ഇന്ന് രാവിലെ നോക്കുമ്പോ ഇവിടെ രണ്ട് സൈഡിൽ പൊണ്ണ് വന്നിട്ടുണ്ട്. ഈ ക്ലിപ്പ് കൊണ്ട് മുറിഞ്ഞതാണ്. ക്ലിപ്പ് കൊണ്ട് മുറിഞ്ഞു. അപ്പൊ എന്തായാലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഹാർഡ് വർക്കാണ് അതിന്റെ പിന്നിലെന്നുള്ളത് മാത്രം ധരിച്ചുള്ളൂ. പിന്നെ ദൈവാധീനം അത് ഒരുപാടുണ്ട് കേട്ടോ. ഇന്ന് ഈ സ്റ്റേജിൽ മോക്ക് ഒരുപാട് ദൈവാധീനമുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ സാധിച്ചത്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ശിവു സർ, മകളെ, അങ്കിളുടെ മനസ്സ് നിറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പാട്ട് നോക്കിയപ്പോഴും ഒക്കെ എനിക്ക് ചില ഇടങ്ങൾ എനിക്കിങ്ങനെ പേടിയായിരുന്നു. നമ്മളെല്ലാവരും ഇങ്ങനെ ആകാംക്ഷാഭരിതരായിട്ട് ഇങ്ങനെ കേൾക്കായിരുന്നു. ഇത്രയധികം ആകാംക്ഷയോടെ ഏതെങ്കിലും പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ സംശയമാണ്. ആകാംക്ഷ മാത്രമല്ല, ഒരു ടെൻഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ മോളവിടെ നന്നായിട്ട് പാടണേ ഭഗവാനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥനകളെല്ലാം ഭരിച്ചു. മാത്രമല്ല ശിവു വളരെ ഹാർഡ് വർക്ക് ചെയ്തു. അതാണ് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ. അതിനെക്കുറിച്ചൊരു ഇംഗ്ലീഷിലൊരു സേയിങ് ഉണ്ട്, എന്തെന്നറിയാമോ? ഹാർഡ് വർക്ക് വിൽ ബീറ്റ് ടാലന്റ് ഇഫ് ടാലന്റ് ഡസൻറ്റ് വർക്ക് ഹാർഡ്. അത് ഭയങ്കര ഒരു തത്വമാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ്, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ജെമ്മാണ്, ജെം ഓഫ് എ തോട്ടാണ്. അപ്പോൾ അതെപ്പോഴും മനസ്സിൽ വെക്കണം. അപ്പോൾ ശിവുവിന് എന്താണുള്ളത്? ശിവുവിന് ടാലന്റുമുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുമുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ഉപയോഗിച്ചാൽ ആർക്കും തോപ്പിക്കാൻ പറ്റാത്ത രീതിയിലാവും. ഗോട്ട് ദ പോയിന്റ്. എനിക്കൊന്ന് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സോങ്സ് ആണ്. ആ കഥയുമായിട്ടും ഈ പാട്ട് ചേർന്ന് കിടക്കുന്നത്, അതാണ് ഗ്രേറ്റ് സോങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗ്രേറ്റ് സോങ് എടുത്തതിനൊരു കയ്യടി, ഹാർഡ് വർക്ക് ചെയ്തതിനൊരു കയ്യടി, ഇത്രയും ടാലന്റ് ഉള്ളിൽ സൂക്ഷിക്കുന്നതിനൊരു കയ്യടി, ശിവുവിനൊരു കയ്യടി. ഈ കയ്യടിയൊക്കെ തന്നെ എന്തിനാണെന്നറിയോ? അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി നന്നായി അല്ല, അടുത്ത പ്രാവശ്യം വരുമ്പോ ബിരിയാണി കൊണ്ടുവരാം. കണ്ടുവരാം. ഓക്കെ, ഒരു ചെറിയ ഗിഫ്റ്റ്. ഓക്കെ, എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയ കേട്ടോ. ഞാൻ തരണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ പെർഫോമൻസ് എന്നുള്ളത് ഏറ്റവും വലിയ കോൺഫിഡൻസ് ആയിരിക്കണം അടുത്ത അടിച്ച് പൊളിക്കാനായിട്ട്. ശിവാനിക്കുട്ടി ഇന്ന് പാടിയപ്പോഴൊക്കെ എനിക്ക് ഞാൻ ഇങ്ങനെ കോമ്പറ്റീഷനിലൊക്കെ മുമ്പ് ഇങ്ങനെ പാടുന്നത് ഓർമ്മ വന്നേ. സാറിനൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് കോമ്പറ്റീഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട് ആൻറ്റി. അപ്പോഴൊക്കെ എനിക്ക് ഉണ്ടാവുന്ന ഒരു വലിയ സ്ട്രഗിളായിരുന്നു. നമ്മളുടെ ഇപ്പോൾ മോളുടെ വോയിസിൻ്റെ റേഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അവൾ എന്ത് ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകണമെന്നുള്ളത്.
അങ്ങനെ ഒരു മിഡ് റേഞ്ച് വോയിസിലുള്ള ഒരാൾക്ക് നമുക്ക് പല ഒറിജിനൽ സോങ്സും എടുത്ത് അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ആ ടോൺ ചിലപ്പോൾ ഓർമ്മിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ സ്വീറ്റ് ആയിട്ടുള്ള അങ്ങനെയല്ല പാടാൻ പറ്റുക. അപ്പോൾ നമുക്ക് ആ സമയത്തൊക്കെ ഭയങ്കര വിഷമം തോന്നും. ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഭയങ്കര ഹൈ ഇതിലുള്ള നോട്ട്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് പാടണു, നമുക്കത് പറ്റുമോ പറ്റില്ലേ എന്നുള്ള അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ട് ഇപ്പോൾ എന്ത് ചോദിച്ചാൽ പോയിരുന്നിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ വരുന്ന സംഗതി ഉണ്ട്, എന്താ നമുക്ക് വരണില്ലേ വെച്ചിട്ട് അത് മാത്രം പ്രാക്ടീസ് ചെയ്ത് നോക്കും. വീണ്ടും പാടി നോക്കും. അത് ശരിയായിട്ട് കിട്ടുമ്പോൾ ഒരു സമാധാനം, ഒരു സന്തോഷമാണ്. പിന്നെന്ത് ചെയ്യും, നമ്മളുടെ ശബ്ദത്തിൽ പാടിയാൽ ഭംഗിയുള്ള പാട്ടുകൾ അവതരിപ്പിക്കും. അങ്ങനെയാണ് ഓരോ കോമ്പറ്റീഷൻസിൽ പോവുക. അപ്പോൾ മോളിങ്ങനെ ഇവിടെ ഓരോ റൗണ്ട്സിൽ പാടുമ്പോഴും എനിക്കിങ്ങനെ തോന്നാറുണ്ട്, മോളുടെ എന്താണ് മോൾക്ക് തോന്നണത്. ആ ഫോൾസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, അവിടെ എത്തിക്കാൻ നോക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ശിവാനിയുടെ ഒരു വോയിസ് കുറച്ച് കണ്ടെത്തിയ പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നി ഇന്ന് പാടിയപ്പോൾ. വാട്ട് ഈസ് യുവർ വോയിസ് എന്നുള്ളതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കുറേ കൂടി എളുപ്പമാണ് മോൾക്ക് കാര്യങ്ങൾ. ഇനി ഇപ്പം കൈവന്നിട്ടുള്ളൊരു ശബ്ദം ഉണ്ടല്ലോ, എന്താന്ന് ആദ്യം നമ്മളെയല്ലേ മനസ്സിലാവണ്ടേ, നമ്മുടെ കുറവുകൾ, നമ്മുടെ പോസിറ്റീവ്സ് ഒക്കെ അതിനെ മനസ്സിലാക്കിയിട്ട് ഇനി അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യണം. അപ്പം എന്ത് ചെയ്യാൻ പറ്റുമോ അറിയോ, ബാക്കി യുണീക്കായിട്ടുള്ളൊരു വഴി കിട്ടും ശിവാനിക്ക്. അപ്പോൾ ഒരു ധൈര്യം വരും. ഒറ്റയ്ക്കൊരു പാട്ട് തന്നു കഴിഞ്ഞാൽ അപ്പം ശിവാനിക്ക് അത് ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക് എന്ന് തോന്നി എനിക്ക്. ഭയങ്കര സന്തോഷം തോന്നി. ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു തെളിച്ച മോളുടെ മുഖത്തും കാണുന്നുണ്ട്. ഇതിൽ അവിടെ കുഞ്ഞു പ്രശ്നങ്ങൾ ഇല്ല എന്നല്ല പറയണേ, ഉണ്ട്. പക്ഷെ അതൊന്നും മോളുടെ ഇതിലേക്ക് ഇൻപുട്ട് ചെയ്ത് ഹാർഡ് വർക്ക് വെച്ച് നോക്കുമ്പോൾ അത് മെൻഷൻ ചെയ്യാൻ തോന്നുന്നില്ല. മിടുക്കി കുട്ടി, വെരി പ്രൗഡ് ഓഫ് യു. എനിക്ക് ഒരാളുടെ അടുത്ത് കൂടെ ചോദിക്കാനുണ്ട്, ഈ പാട്ട് എങ്ങനെ ഉണ്ടെന്ന്. ഇങ്ങനെ അമ്മയാണ്, അമ്മ ഇങ്ങനെ താളം ഇടുന്ന് കണ്ടു. അപ്പൊ കറക്റ്റ് താളത്തിലാണ് അമ്മ ഇങ്ങനെ താളം ഇട്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ അടുത്ത് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ശിവാനി പാടിയതെന്ന്. അമ്മയ്ക്ക് നാണമായി പോയി കേട്ടോ. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. അമ്മ പാട്ട് തരുവാണോ? അല്ല, അപ്പൊ ചുമ്മാ ഒരു രണ്ടല്ലേ, ചുമ്മാ ഇത്രയും പ്രായമൊക്കെ ആളുടെ ആളല്ലേ. എനിക്ക് വലിയ അടിപൊളി പാട്ടൊക്കെ പാടാൻ അറിയാമോ? ഞാൻ ഒരു ചെറിയ പാട്ട് പാടാം. ഇതൊന്നും വേണ്ട കേട്ടോ, അതൊന്നും വേണ്ട. പൈസ വേണ്ട, ഒന്നും വേണ്ട. പാടിക്കോമ്മേ. ജയ ജയ ദേവി സരസ്വതി ജഗജനനി ജഗദാംബികേ ജയ ജയ ദേവി സരസ്വതി ജഗജനനി ജഗദാംബികേ ജയ ജയ ദേവി സരസ്വതി. അസലായിരുന്നു അമ്മ. ഇരിക്കണം. സരസ്വതി അമ്മയുടെ എല്ലാ അനുഗ്രഹവും അമ്മയ്ക്ക് എപ്പോഴും ഉണ്ടാവട്ടെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ശിവന് നല്ലൊരു കൈഡി കൊടുക്കൂലേ? അപ്പോ അയ്യോ, ഞാൻ മുത്തുമണി എന്റെ കയ്യിലില്ല. അങ്ങോട്ടൊന്ന് വലിച്ചെറിഞ്ഞേക്കാം. പാവ സാർ, നോക്ക് ഇങ്ങനെ മുത്തുമണിനെ നോക്കി അങ്ങനെ വലിച്ചെറിയാൻ പറയാൻ തോന്നുന്നുണ്ടോ സാർ? എനിക്ക് ആ ഗ്രേഡ് പറഞ്ഞോളൂ. അപ്പൊ ഇതാ മുത്തുമണി തനിയെ പറയൂ കേട്ടോ. അത് MG സാറ് പറയുന്നു, മനസ്സ് പറയുന്നതൊക്കെ മുത്തുമണിക്ക് അറിയാം. MJ സാറ് പറയുന്നു, ശിവാനി കുട്ടിയുടെ ഇന്നത്തെ ഈ എഫേർട്ടിന്, ഭംഗിയായിട്ട് പാടിയതിന് വലിയൊരു എന്താ പറയാ, ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ കൊടുക്കേണ്ട ഗ്രേഡ് A ടോപ്പ്. സോ ഞങ്ങളുടെ വക ഒരു A ടോപ്പ് പൂക്കുച്ചിലൂടെ തരാൻ പോകും. പൂക്കുച്ച്, കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് A ടോപ്പ്. ഞാൻ എപ്പോഴും ഈ ഫ്ലോറിലേക്ക് വരുമ്പോൾ ആലോചിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്തതിൽ 1% ഈ ഫ്ലോറിൽ നിന്ന് പാടി ജഡ്ജസിനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിപ്പിക്കണമെന്ന്. അപ്പം അതിപ്പം എന്താ ഹാർഡ് വർക്ക്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അച്ചാച്ചനും അച്ചമ്മയാണ്. അപ്പോൾ അച്ചമ്മക്ക് ഈ ഇടയായിട്ട് സ്ട്രോക്ക് വന്നിട്ട് ഇപ്പം ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നേ ഉള്ളൂ. അപ്പോൾ അച്ചമ്മക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വെരി ഗുഡ്.
ശിവാനിക്കുട്ടി, മോക്കൊരു സമ്മാനം കൂടെ ഉണ്ട്, ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. അതായത് ഇംപെക്സ് തരുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ. അമ്പരപ്പിക്കുന്ന ആലാപനത്തിനുടമയായ നമ്മുടെ പ്രിയപ്പെട്ട നേഹലാണ് ഇനി പാടാനെത്തുന്നത്. വെൽക്കം നേഹൽ ഓൺ സ്റ്റേജ്. പൂമ
കലക്കയിലെന്ന് ഞാനല്ലേ? ആ. താങ്ക് യു. എനിക്ക് ക്രിസ്മസ് വന്ന പോലൊക്കെ തോന്നുന്നു. ആ ചുമപ്പും വെള്ളല്ലേ? ആ ചുവപ്പും വെള്ളയും തലയിലൊരു 3 പൂവ്. ആ നേരത്തെ ചെവിയിൽ വെച്ചു എന്നല്ല, അതുകൊണ്ട് ഞാൻ മാറ്റി തലയിലോട്ട് കയറ്റി വെച്ചു. അപ്പൊ ശരിയായില്ലേ? ഈ മുതുകത്ത് വെക്കായിരുന്നല്ലോ. അത് അടുത്ത പ്രാവശ്യം വരട്ടെ. അപ്പൊ തിരിഞ്ഞ് ആങ്കർ ചെയ്യേണ്ടി വരും. കാണണ്ടേ? ആയിക്കോട്ടെ. സ്നേഹക്കുട്ടി, എന്താ സർ? നല്ല പാട്ട് സെലക്ഷൻ. കാരണം ശ്യാം സാറിന്റെ ഒക്കെ ഒരു അത്, പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് പൂവച്ചൽ ഖാദർ, അദ്ദേഹം ഒരുപാട് പാട്ടുകൾ എഴുതി, താളവട്ടമൊക്കെ എഴുതിയ പുള്ളിയാണ്. പൊൻവീണെ എന്നൊക്കെയുള്ള പാട്ട് ഇപ്പോഴും ആ ഒരു സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല അല്ലേ? അതായത് അന്ന് പൂവച്ചൽ ഖാദർ ഏട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്നും അദ്ദേഹം അതേപോലെ തന്നെ. ഒരു സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. വളരെ പാവം, വളരെ മിതഭാഷ, പതുക്കെ സംസാരിക്കും, പക്ഷേ അസാധ്യമായിട്ട് എഴുതും. അദ്ദേഹത്തിൻ്റെയും ശ്യാം സാറിൻ്റെയും കൂടെ ഒരു ഫാന്റാസ്റ്റിക് കമ്പോസിഷനാണിത് പൂമാനമേ എന്നുള്ള പാട്ട്. നിറക്കൂട്ട് എന്നുള്ള ചിത്രത്തിലാണ്. ഇപ്പോഴും അതിൻ്റെ രംഗങ്ങളൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നു. മോള് നല്ല അറ്റംപ്റ്റ് ആയിരുന്നു, വെരി ഗുഡ് അറ്റംപ്റ്റ്. പക്ഷേ ഇതിനകത്ത് ചെറിയ പ്രശ്നം പറ്റിയ ശ്രുതിയുടെ കുറച്ച് പ്രശ്നങ്ങൾ എല്ലാ സ്ഥലത്തും, എക്സ്പെഷ്യലി അനുപല്ലയിലും ചരണത്തിലും 2 പോർഷനിൽ കറക്റ്റായിട്ട് ആ സ്ഥലങ്ങളിലെല്ലാം പ്രശ്നമായി. ആ ചാർത്തുമ്പോൾ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അവിടെ ഒന്നുകൂടെ പാടാമോ? ചേട്ടാ, അതിലൊരു സ്ഥലത്ത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത്, ശ്രുതി എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ശ്രുതി ചേർന്നില്ല. ശ്രുതിയിഴയ എന്ന് പറഞ്ഞ അവിടെ ശ്രുതിയിഴയായി, അതാണ് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ എണീറ്റപ്പോ തൊണ്ടയ്ക്ക് ഒരു കിരിക്കിപ്പിടിപ്പുണ്ടായിരുന്നു. വർത്താനം പറയാൻ പോലും പറ്റിണ്ടായിരുന്നില്ല അന്ന്. ഓ, അപ്പം ഭാഗ്യം ഇത്രയും പാടാൻ പറ്റിയല്ലേ? അപ്പൊ എന്തായാലും മോളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. സ്വരങ്ങൾ ചാർത്തുമ്പോൾ സ്വരങ്ങൾ പോക്കോളും. സ്വരങ്ങൾ ചാർത്തും പറ്റൂടാ. സ്വരങ്ങൾ ചാർത്തുമ്പോൾ അന്ന് പറഞ്ഞ പോലെ ചെയ്യും. ആദ്യം താഴ്പാട്. സ്വരങ്ങൾ ചാർത്തുമ്പോൾ താഴ്പാട്. സ്വരങ്ങൾ ചാർത്തുമ്പോൾ. കറക്റ്റ്. ഇനി മേലെപ്പാട്. സ്വരങ്ങൾ പോകുന്ന വെച്ച് പാട്. അല്ലാതെ അയ്യോ പോകത്തില്ല എന്ന് എപ്പോഴും നേഹലിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതായത് ഒരിടത്ത് പോവില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല. പിന്നെ ഞാൻ പോവമാട്ടേൻ, എന്നെ വിടമാട്ടേൻ എന്ന് പറഞ്ഞിട്ട് മറ്റേ മണിച്ചിത്രത്താഴി പറഞ്ഞ പോലെ വിടമാട്ടേൻ എന്ന് പറഞ്ഞാൽ അത് കയറി അള്ളി ഞാൻ പിടിച്ചിരിക്കാൻ. മോളെ പോവും മോളെ, ഇതൊക്കെ നിഷ്പ്രയാസം പോവും. പാടി നോക്ക്. പാടുന്നു എന്ന് തന്നെ വിചാരിക്കണ്ട, വെറുതെ മൂളുന്നു എന്ന് വിചാരിച്ചു. വീട്ടിലൊക്കെ പാടൂലേ? അതുപോലൊക്കെ പാടിക്കോ. സ്വരങ്ങൾ ചാർത്തുമ്പോൾ. ആ ബോൾ ശരിയാക്കിയാൽ മതി. ഇനി ചാർത്തു ബോൾ മാത്രം ശരിയാക്കിയാൽ മതി. ഓക്കെ. പിന്നെ അതുപോലെ അത് കഴിഞ്ഞിട്ടുള്ള ഇതെന്താണ്, ഒന്ന് പഠിക്കും. അതന്നെ ആശ്രുതി. വീണയായി നനനാനനായി, വീണയായി മണി വീണയായി വീചിയായി കുളിർവാഹിയായി മരമൊരു അവിടെയും കിടക്കുന്നു. അവിടാണ് ഇപ്പൊ പറഞ്ഞ കൂട്ടം പറഞ്ഞ ശ്രുതി. അവിടെ ആ വേർഡും അങ്ങനെ എന്നെ കൊണ്ടിട്ട് നമുക്കൊരു പൂവച്ചൽക്കാരനെ വിളിച്ചിട്ട് നമുക്ക് പറയാം, ആ വേർഡ് മാറ്റാൻ പറയാമെന്ന്. എന്താ ആ ശ്രുതി എന്ന് പറഞ്ഞ സ്ഥലത്ത് ശ്രുതി ചേരുന്നില്ല. ഇനിയിപ്പോൾ മോളെ അറ്റംപ്റ്റ് ചെയ്താലും മോള് 2-3 പ്രാവശ്യം കൊണ്ട് കഷ്ടപ്പെടും, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ പൂമാനമേ എന്നുള്ള എൻ്റെ ആ തുടക്കത്തിലുള്ള ഒരു സംഗതി, അത് പെർഫെക്റ്റ് ആയിട്ട് വരണം. എന്നാലേ അതിനകത്തൊരു ആഹാ എന്ന് പറയണം നമ്മൾ പഠിക്കുന്നത്. തുടക്കം അതിന് ഒരു ഗ്ലൈഡ് ഉണ്ട് പൂമാന്. അത് പറയണം. അത് കടകട കട കട കടകട എന്നാ വരുന്നത്. ആ സംഗതി വളരെ ഫ്ലോ ആയിട്ട് വരണം. വന്നാലേ അതിനെ കേൾക്കാനും ഒരു സുഖമുള്ളൂ. ഈ പാട്ട് ഈ നമ്മുടെ സംഗീത പ്രേമികളൊക്കെ കേട്ട് തഴമ്പിച്ച് അവരൊക്കെ വീട്ടിൽ സ്ഥിരമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് പൂമാനം എന്നുള്ള പാട്ട്.
അപ്പൊ അത് മോളൊന്നുകൂടെ ശ്രദ്ധിച്ച് പഠിക്കണമായിരുന്നു. അത് പിച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ ഇത്? അല്ല, പാടിയിരുന്നു, പക്ഷെ ഇപ്പൊ ഒരു തൊണ്ടയ്ക്കൊരു കിരികിരിപ്പുള്ളത് കൊണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. വേറൊന്നുമില്ല. ഇന്നലെ വരെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ എണീറ്റപ്പോഴാണ് തുടങ്ങിയത്. എന്ത് ചെയ്യാനാന്ന് പറയാം. ഇന്നത്തെ ദിവസത്തിന് നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കാം അല്ലേ? ഇന്നത്തെ ദിവസമാണോ പ്രശ്നം? അറിയില്ല. കുഴപ്പമില്ല. മനസ്സിൽ ഈ ഇങ്ങനെ വന്നു സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്ത പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്ന രീതി പോകരുത്. ഇത് വന്നു കഴിഞ്ഞു, എനിക്ക് ഇത്രേ പറ്റിയുള്ളൂ. ഇന്നലത്തെ നന്നായിട്ട് പാടി, ഇന്ന് ഇത്രയും പാടി. എല്ലാ ദിവസവും നമ്മൾ കൂട്ടാൻ വയ്ക്കുമോ? ഒരുപോലെ ഇരിക്കുമോ? ഇല്ലല്ലോ. എനിക്കിഷ്ടം സാമ്പാറാണ്. എനിക്ക് സാമ്പാർ ഇഷ്ടമല്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ അദ്ദേഹം മീൻകറി മാത്രമേ കഴിക്കത്തുള്ളൂ, ഞാനാണെങ്കിൽ സാമ്പാർ മാത്രം. പക്ഷെ എല്ലാ ദിവസവും നോക്കുമ്പോഴത്തേക്ക് ഒരേപോലെ ഇരിക്കില്ല. ചില ദിവസം നന്നായിരിക്കും, ഒരാളാണ് വഹിക്കുന്നത്. അതുകൊണ്ട് ഈ ചമയലും സംഗീതവും ഒരിക്കലും ഒരുപോലെ ഇരിക്കില്ല എന്ന് പറയും. അതുകൊണ്ട് മോളെ ടെൻഷൻ അടിക്കേണ്ട. അടുത്ത ഇതിനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി വരുമ്പോഴത്തേക്ക് ഇതിനെക്കാട്ടി നന്നായിട്ട് വെരി ഗുഡ്. നേഹൽ കുട്ട, ഞാനൊരു കാര്യം പറയട്ടെ. അതായത് ആ പോർഷൻസ് ഇല്ലേ, ആ മുകളിലുള്ള നോട്ട്സ് ഉണ്ടല്ലോ, അത് തൊണ്ടയുടെ കിരികിരിപ്പോണ്ടല്ല വരാത്തത്. അത് മോള് ജനറലി പാടുമ്പം ആ നോട്ട്സിന്, ഇന്നലെ ഇപ്പം കഴിഞ്ഞ ദിവസം ഏതാ പാട്ട് പാടിയേ? മൗലിയിൽ മയിൽപ്പീൽ. അതിലും ഇങ്ങനെ ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഉണ്ണിക്കൈ രണ്ടിലും പുണ്യം തുളുമ്പുന്ന. അത് അങ്ങനെ അവിടെ ടച്ച് ചെയ്ത് പാടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയും അത് ഫ്ലാറ്റ് ആയിരുന്നു. അപ്പം നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇതിപ്പം മോളുടെ മനസ്സിലൊരു തോന്നൽ വന്നിരിക്കുകയാണ്, തൊണ്ടയ്ക്ക് വയ്യാത്തതുകൊണ്ടാണ് ആ നോട്ട് എനിക്ക് എത്താത്തത് എന്നുള്ളൊരു ഇത് വരുമ്പം നമ്മളെപ്പോഴും ആ ഒരു റീസനെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അത് കറക്റ്റ് ചെയ്യില്ല. എന്താണോ ശരിക്കുമുള്ള പ്രശ്നം അത് കറക്റ്റ് ചെയ്യണ്ടേ നമുക്ക്? ആ നോട്ട്സിന് കുറേ പെർഫോമൻസിലായിട്ട് മോൾക്ക് ആ ഒരു റേഞ്ചിലുള്ള നോട്ട്സിന് ആ ചെറിയ പ്രശ്നമുണ്ട്. അപ്പം അതെന്താ വെച്ചാൽ അത് എങ്ങനെയാണോ പാടുക, ആ ഒന്നും കൂടി വെറുതെ പാടി നോക്കൂ, അത് എത്തും. എത്താത്ത പ്രശ്നമില്ല, തൊണ്ടയ്ക്കൊരു പ്രശ്നവുമില്ല, അത് വിശ്വസിക്കൂ. ആദ്യം ഒന്ന് പാടി നോക്കൂ. ഇപ്പോഴേ മനസ്സ് മടുത്തു. സ്വരങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് പാടാൻ ബുദ്ധിമുട്ടില്ലല്ലോ. പാടുന്നത് ഇങ്ങോട്ട് ഇല്ല മോള്, അത് മനസ്സിൽ നിന്ന് വിടും, ഒന്നും പ്രശ്നമില്ല. ആദ്യം ഒരു നേഹലിന്റെ ബാക്കി സ്ഥലത്ത് ശബ്ദമൊക്കെ ഉണ്ടല്ലോ, അത്ര ബ്യൂട്ടിഫുൾ ആണ്. ഇല്ല കണ്ണാ, അത് വിട്. പാടുമ്പോൾ എന്ന് പറയുമ്പം പാടുമ്പോൾ തന്നെ അമ്പ എന്നുള്ള അക്ഷരം ഉറച്ചു പറഞ്ഞു നോക്കൂ, അപ്പൊ കറക്റ്റ് ആയിരിക്കും. പാടിക്കോ, ധൈര്യമായിട്ട് പാടിക്കോ. ഇന്ന് പാടും, സുഖമായിട്ട് പാടും. നേഹൽ കുട്ടിയെ വേണ്ട വിട്ടേരെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോ ഈ സ്റ്റേജിൽ വെച്ചിട്ട് എത്ര പറയണതിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ടാണ് പല സമയത്തും നമ്മൾ എല്ലാ കണ്ടസ്റ്റൻസിനോടും നമുക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല, ഈ ചെറിയ സമയത്തിന്റെ പരിമിതി കൊണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇനി നമ്മൾ ഗ്രൂമിങ്ങിന്റെ സമയത്ത് നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് നോക്കാം എന്ത് പ്രശ്നം എന്ന് അറിയണമല്ലോ. അങ്ങനെ ഒരു കിരീരിപ്പുണ്ടെങ്കിൽ അതിനെ ഓടിക്കണ്ടേ നമുക്ക്? അപ്പോൾ ആ ഒരു ഏരിയ നമുക്ക് ശരിയാക്കി എടുക്കണം. കാരണം നേഹലിനെ പോലത്തെ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ശബ്ദമുള്ളൊരു കുട്ടിക്ക് ആ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് മോളെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ മൈൻഡ് ബ്ലോക്ക് ഉണ്ടാക്കുകയാണ്. പറയുമ്പോൾ തിരിച്ചു പാടാൻ പേടി വരിക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. യു ആർ എൻ അമേസിങ് സിംഗർ കേട്ടോ. അത് നമുക്ക് ശരിയാക്കി എടുക്കാം. ഓക്കെ, ഇപ്പൊ പാടിയത് ആ 2 പോർഷൻസ് ഒഴികെ ബാക്കിയെല്ലാം എക്സലന്റ് ആയിട്ട് പാടി, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. വെരി ഗുഡ്. പോരട്ടെ, ഞങ്ങൾ നോക്കി നിൽക്കണം. ആദ്യം ശാന്തം, മനസ്സ് ശാന്തമാക്കണം, പിന്നെ രൗദ്രമാക്കണം. അവിടെ ശാന്തമാക്കുമ്പോൾ ഞാൻ രൗദ്രമാക്കാം. കം ബാക്ക് ടു പീസ്. എനിക്ക് മ്യൂസിക്കിനെ പറ്റിയേ അല്ല പറയാനുള്ളത്, മ്യൂസിക്കിനെ പറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ആദ്യമായിട്ട് ഡോണ്ട് വേസ്റ്റ് യുവർ ടിയേഴ്സ്. നമുക്ക് കരയേണ്ട ഒരുപാട് അവസ്ഥകൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ കരയാനായിട്ട് നമുക്ക് കണ്ണുനീർത്തുള്ളി ഇല്ലാണ്ട് വരരുത്. അനാവശ്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ണുനീർത്തുള്ളി തപ്പി നടക്കേണ്ടി വരും. വേറൊരു കാര്യമുണ്ട്, ആനന്ദ കണ്ണീർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, കേട്ടിട്ടില്ലേ? നമ്മൾ സന്തോഷം വരുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ കണ്ണിൽ നിന്ന് നിറയും അല്ലേ? സീതാലക്ഷ്മിയുടെ
അതെ. അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് കുറച്ച് ദിവസത്തിന് ശേഷം അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് ഒറ്റ കരച്ചിൽ. അപ്പൊ അത് വേറെ. അതെ, ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും തപ്പി നോക്കണ്ട വരും. ആ കണ്ണുനീര്, അയ്യോ ഞാൻ നേരത്തെ കരഞ്ഞു തീർത്തല്ലോ, ആവശ്യമില്ലാണ്ട് കരഞ്ഞു തീർത്തല്ലോ എന്ന് തോന്നും. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം മൈൻഡ് ബ്ലോക്ക് എന്ന് ഇംഗ്ലീഷ് പറയും. അതായത് നമ്മുടെ മനസ്സിനെ വെറുതെ ബ്ലോക്ക് ചെയ്ത്, എനിക്കിത് പറ്റൂല, ആരൊക്കെ എന്ത് പറഞ്ഞാലും പറ്റത്തില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് ഒരു പാറ പോലെ നിൽക്കുന്നത്. അവിടെ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ കുറെ നേരം നേഹലിൽ നിന്ന് ആടണം, എനിക്ക് പേടിയായിരുന്നു വീഴാൻ പോവാണോ, എനിക്ക് മനസ്സിലായില്ല എന്താ പറ്റിയെന്ന്. അത് അങ്ങനെ കുറച്ചു നേരമായിട്ട് അടുത്തടുത്ത് കെട്ടിപ്പിടിച്ച് ഇനി വീഴില്ല കേട്ടോ. സ്റ്റോപ്പ് ചെയ്യണോ? ഞാൻ നിർത്തണോ? നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ കരച്ചിൽ പാടില്ല, മൈൻഡ് ബ്ലോക്ക് പാടില്ല. ഇനി മൂന്നാമത്തെയാണ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നെവർ സേ ഡൈ ആറ്റിറ്റ്യൂഡ്. ഒരിക്കലും വിട്ടുകൊടുക്കരുത്. ശ്രീമാരേട്ടൻ പറഞ്ഞു അതൊന്ന് പാട്, നെഹൽ പറഞ്ഞു എനിക്ക് കിട്ടത്തില്ല, പിന്നെയും ശ്രീമാരേട്ടൻ പറഞ്ഞു എനിക്ക് കിട്ടത്തില്ല, സിത്തു പറഞ്ഞു കിട്ടത്തില്ല, കരയാൻ പോകുന്നു. ഇതല്ല വേണ്ടത്. തെറ്റിയാൽ പോലും അതൊന്ന് പാടാനായിട്ട് ശ്രമിക്കും. അവിടെ തെറ്റിയാൽ പോട്ടെ എന്ന് വിചാരിക്കും, പക്ഷെ യു ട്രൈഡ് ഇറ്റ് ഔട്ട്. ഓക്കെ. അപ്പൊ നെവർ സേ ഡൈ. നമ്മൾ ഒരിക്കലും നമ്മൾ താഴെ വീഴില്ല എന്നുള്ള ഉത്തമ വിശ്വാസം, അതാണ് ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതെല്ലാം വേണം കേട്ടോ. അപ്പൊ ഇനി ഒന്നുകൂടെ ഞാൻ പാടിപ്പിക്കുന്നില്ല, പക്ഷെ അടുത്ത പ്രാവശ്യം ഇവിടെ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വച്ച് വേണം ഇവിടെ പെർഫോം ചെയ്യാൻ. ദിസ് ഇസ് എ പ്ലേസ് ടു ബി ഹാപ്പി. ഏറ്റവും സന്തോഷമായിട്ട് നിൽക്കേണ്ട ഒരു വേദിയാണ് ടോപ്പ് സിംഗറിന്റെ വേദി. ഇവിടെ കരച്ചിലിന് ഇടമില്ല. അതെന്താണ്? സന്തോഷം കൊണ്ട് കരയാം, സങ്കടം കൊണ്ട് കരയാൻ പാടില്ല. സങ്കടം വന്നു കഴിഞ്ഞാൽ, നെഹൽക്കുട്ടിക്ക് സങ്കടം വന്നാൽ നമുക്ക് എല്ലാവർക്കും നമുക്കൊന്നും പറയാൻ പറ്റാതായി. അതെ സർ, പറയാൻ നമ്മൾ പേടിച്ചു പോകും. അയ്യോ നമ്മുടെ കുട്ടി ഇങ്ങനെ വിഷമിപ്പിക്കാൻ തോന്നും. അതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഹഗ് ചെയ്താണ് നിൽക്കുന്നത് നമ്മുടെ മനസ്സ്, നമ്മുടെ മൂന്നുപേരുടെ സ്നേഹൽ. അതുകൊണ്ടല്ലേ സ്നേഹൽ എന്ന് വിളിക്കുന്നത്. സ്നേഹൽ എന്നല്ലേ വിളിക്കുന്നത്, നെഹൽ എന്ന് വിളിക്കുന്നില്ല. അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾക്ക് നമ്മുടെ ഗ്രേഡം കൊടുക്കാം. ഓക്കെ. വെള്ളം വേണം. ഒരു കാര്യം ചെയ്യാം, ഒരു ചെയർ ഇട്ടു. ഇപ്പൊ തോന്നുന്നുണ്ടോ മോശമായിട്ടാണോ പാടിയതെന്ന്? ഇല്ലല്ലോ, സൂപ്പർ ആയിട്ടാണ് പാടിയത്. ഇതിലും എന്തൊക്കെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറയണു ഓരോ ആളുകളുടെ അടുത്തും. അത് പറയണ്ടേ? എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് തല കറങ്ങുന്നുണ്ടോ? എന്തോ ഒരു ഇതുണ്ട്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഗ്രേറ്റ്സ് പറഞ്ഞു നമുക്കിനി കൂടുതൽ സ്നേഹലിനെ ബുദ്ധിമുട്ടിക്കണ്ട. ഓഫ് കോഴ്സ് യു ആർ ഗ്രേറ്റ് ടുഡേ എന്ന് പറയുന്നത് B+ ഗ്രേഡ് ആണ്.
നന്നായിട്ട് അടുത്ത പെർഫോമൻസിന് വേണ്ടി നമ്മളെല്ലാം കാത്തിരിക്കുന്നു. മോള് പോയി റെസ്റ്റ് ചെയ്തോളൂ കേട്ടോ. മോളെ പിന്നെ B+ നോക്കണ്ട, കാരണം വേറൊന്നുമല്ല, നെക്സ്റ്റ് അടുത്ത ഇതില് നന്നായിട്ട് പാടണം, നന്നായിട്ട് അടിപൊളിയായിട്ട് പാടണം. ഞാൻ പാടും എന്ന് പറഞ്ഞിട്ട് പാടത്തില്ലേ? പാടത്തില്ലേ? അടി കൈ പാടും. അടി കൈ കൈയടിക്കും. ബുക്സ്. Congratulations, you are awarded B+ for the song. Very good, very good. സ്മാർട്ടായിട്ട് പോ. പിടി. മിനുട്ടി ഒന്ന് പിടിച്ചെടുത്തോ. അല്ല വീടിന്റെ ഒറ്റയ്ക്ക് വിടണ്ട. அதிகாலை பூக்கள் உன்னை பார்க்க ஏங்கும், அந்தி மாலை மேகம் உன்னை பார்த்து தூங்கும், உன் கண்கள் தானே விண்மீன்கள் தேடும், உன்னோடு வாழ்ந்தால் வரமல்லவா, கனவுகள் தருகிறாய், கவிதைகள் தருகிறாய், உறவுகள் തരുகிறாய் ഉയിരിനെ. ഞാൻ ഇന്ന് പെർഫോമൻസ് റൗണ്ടിൽ പാടാൻ പോകുന്നത് വെളിച്ചെള്ളം വിതറി എന്ന അടിച്ചുപൊളി പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. പിന്നെ മാഷുവാന് പറഞ്ഞ കുറച്ച് ഇത് പഴയ അപ്പൂപ്പന്മാരിടുന്ന സ്റ്റൈലാണ്, പുതിയ സ്റ്റൈലേ അല്ല. ഞാൻ പാട്ട് പാടാൻ പോവാ, അതുകൊണ്ടാ. ബच्चों, ഓ गाना तो प्यार से होना चाहिए. മുജെ മാലു പറ. മുജെ മാലു. മാലു എന്ത്? മാലു ആ, മാലു 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 നഹി എന്ന് പറ. മാലു നഹി. മാലു നെഹി. ഗാന തോ പ്യാർ സേ ഹോന ചാഹിയെ. ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. പാട്ട് സ്നേഹത്തോടെ പാടണം എന്ന് ആ, മനസ്സിലായോ? ആ. ഏത് പാട്ടാടാ? ഞാൻ പെർഫോമൻസ് റൗണ്ട് പാടാൻ പോകുന്നത് വെളിച്ചെണ്ണ വിതറി. വെള്ളിച്ചില്ലം വിതറി, വെളിച്ചെണ്ണ വിതറി ഞാൻ കേട്ടത്. വെള്ളിച്ചില്ലും വിതറി. വെള്ളിച്ചില്ലം വിതറി. ചിരിക്ക് പറ. വെള്ളിച്ചില്ലും വിതറി. ചില്ലം ചില്ലം. വെള്ളിച്ചില്ലം വിതറി. വെള്ളിച്ചില്ലം വിതറി. വെള്ളിച്ചില്ലം വിതറി. ആ, അങ്ങനെ പറയണം. അല്ല വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ വിതറി. ഏതായാലും കേക്കട്ടെ. കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു ചോദിക്കാനുണ്ട് കേട്ടോ. ആ, മഷി നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പറയൂട്ടോ. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. മഷി ഇട്ട് നോക്കാം. മഷി ഇല്ലല്ലോ. നോക്കി ഞങ്ങളുടെ കയ്യിലുണ്ടടാ സ്റ്റോക്കാ. തീർന്നെടുക്കും. സ്റ്റോക്കാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണു സംഗമം എങ്ങാണു സംഗമം വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും
ചിരിയിൽ മുഴുവന്ന പീതികൾ കിലുങ്ങുന്ന ചിരിയിൽ മുഴുവന്ന പീതികൾ ചിറകുള്ള മിഴികൾ നനയുന്ന പൂകൾ മനസ്സിന്റെ യോരം ഒരു മലയടിവാരം ഒരു പുതിയ പുലരിയോ അറിയാതെ മനസ്സറിയാതെ വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും ഒരു നൂര ചിതറും കാട്ടരുവി പറയാമോ നീ നാണു സംഗമം നാണു സംഗമം നിനക്കറിയാമോ വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും ഒരു നൂര ചിതറും കാട്ടരുവി പറയാമോ നീ നാണു സംഗമം നാണു സംഗമം ആ കുഴപ്പമില്ല, ഞങ്ങളെടുത്ത് അവസാനം എന്ന് വിചാരിച്ചോളാം. ഇങ്ങനെ നിന്നത് അവസാനാന്ന് അല്ല, വിചാരിച്ചോളാം. അവൻ അവസാനം ഒന്ന് വിചാരിച്ചിട്ട് കൊക്കരൊക്കെ ഒന്ന് പറഞ്ഞു ഞാൻ പഠിച്ച സ്റ്റെപ്പന്നെ അത് ഈ സ്റ്റെപ്പ് ആരാ പഠിപ്പിച്ച? മീനാക്ഷി ചേച്ചിയാ? ഞാനല്ല, ഞാൻ മീനു എല്ലാ ഡാൻസിന്റെ അവസാനം ഇങ്ങനെ നിൽക്കുക. അല്ല, നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എനിക്ക് അത് അറിയുള്ളൂ ചേച്ചി. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ലുക്ക്. ഞാനാണോ നിന്നെ പഠിപ്പിച്ച? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. മീനുകുട്ടി പഠിപ്പിച്ചതാ. ഞാനല്ല, ഇതൊന്നും ഞാനല്ല. ആണോ? ഞാൻ സ്വന്തക്ക് പഠിച്ചത്. ആ, സ്വന്തമായിട്ട് പഠിച്ചതാ. സ്വന്തമായിട്ട് അടിച്ചാണ്. കൊറേ പ്രാക്ടീസ് എടുത്തു, കൊറേ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് പഠിച്ചതാ. എന്നിട്ടാണോ ഇങ്ങനെ ഇടണം? അത് സ്റ്റൈൽ. അതെങ്ങനെയായിരുന്നു ലാസ്റ്റിലത്തെ ആ കൺക്ലൂഷൻ എങ്ങനെയായിരുന്നു? അല്ലല്ല, അങ്ങനല്ല, വേറെ ഒരു വളഞ്ഞു നിൽക്കൊണ്ടായിരുന്നു. ഇങ്ങനെ ആയിരിക്കും. ഞാൻ എങ്ങനെ എന്താ കാണിച്ചു? മീനൊന്നും നിന്നേ. അല്ലല്ലല്ല, ഞാനിങ്ങനെ അവസാനം കാലൊക്കെ വളച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ആ, അങ്ങനെ ഏതാണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര ഭയങ്കര ബോറായിരുന്നു കേട്ടോ. കുഴപ്പമില്ല അല്ലേ? പക്ഷെ വീണ്ടും ഡാൻസേഴ്സ് ഡാൻസ് ചെയ്തോണ്ടിരുന്നപ്പോഴും നീ അവിടെ നിൽക്കുക ചങ്കരൻകുട്ടി എന്ന് പറഞ്ഞു. അച്ഛനമ്മ പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമുള്ള മാതിരി കളിച്ചോന്നൊക്കെ പറഞ്ഞു. ഇഷ്ടമുള്ളമാതിരി കളിക്കാൻ പറഞ്ഞു. അതുകൊണ്ടാ. പാട്ടെങ്ങനെ പാടി? ആര് പറഞ്ഞു? അത് ആര് പറഞ്ഞു? ഞങ്ങൾ പറയണ്ടേ? ആരെങ്കിലും പറയണ്ടല്ലോ. നന്നായിട്ട് പാടിയല്ലോ. എന്തായിരുന്നു പറ്റിപ്പോയി അവന്. വളരെ നന്നായിട്ട് പാടിയെന്ന് പറയണേ. പറഞ്ഞു കൊടുക്കും. ഞാൻ വളരെ നന്നായിട്ട് പാടിയെന്ന് പറഞ്ഞു. ഞാൻ വളരെ നന്നായിട്ട് പാടിയല്ലോ. അങ്ങോട്ട് പറഞ്ഞാൽ മതി, എന്റെ അടുത്ത് പറയണ്ട. അയ്യോ, എനിക്ക് അങ്ങനൊന്നും തോന്നിയില്ല. വളരെ നന്നായിട്ട് പാടിയായിട്ട് തോന്നിയില്ല. നന്നായിട്ട് പാടി, ഇത്രയേ ഉള്ളൂ. അല്ലേ? എന്ത്
നന്നായിട്ട് പാടിയിരുന്നു. എത്ര നന്നായിട്ട് പാടി? ഇത്രയും നന്നായിട്ട് പാടി? ഇത്രയും നന്നായിട്ട് പാടിയ? ഓ, അത്രയും നന്നായിട്ട് പാടിയ? ഇടുക്കൻ, അടിച്ചു പൊളിച്ചു കേട്ടാ. Thank you, sir. മോന് ഈ അനുപല്ലി വന്നപ്പോഴത്തേക്ക് അവിടുത്തെ ആ സംഗതികളൊക്കെ എടുത്താ പൊങ്ങാത്ത സംഗതികളൊക്കെ ഉള്ള ഒരു പാട്ടാണ്. അങ്ങനെ ആയിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു, ഇല്ലേ? അനുപല്ലി എന്ന് പാടി നോക്കി. അതും ഓക്കെ, അതും ഓക്കെ. ആ, അത് തന്നെ. ആ സംഗതി കറക്റ്റായിട്ട് വരണം. ഈ പ്രായത്തിൽ ആ സംഗതി വരൂല്ല. സംഗതി വാതിക്ക വന്ന് നിൽക്കത്തേ ഉള്ളൂ, അകത്തോട്ട് കയറത്തില്ല. വാതിൽ തുറന്ന് കയറേണ്ടി വരും. വാതിലല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, വാതിൽ ചവിട്ടി തുറക്കേണ്ടി വരും. വെറുതെ തുറക്കത്തില്ല, ചവിട്ടി തുറക്കും. ഇച്ചിരി ലോക്കാണ് അവിടെ, അവിടെ ലോക്കായിട്ട് കിടക്കുക. അവിടെ ആ സംഗതി ഒന്നുകൂടെ പാടി ആ ലോക്കൊന്ന് മാറ്റിയിട്ട് മുമ്പോട്ട് പോയാൽ മതി. എന്തിനീ പാട്ട് എടുത്തോണ്ട് വരാൻ പോയത്? അങ്ങനാണ്? അങ്ങനെയാണ്? അങ്ങനല്ല. തന്നെ ഏകദേശം എത്തി. നീ കഥ ഒന്ന് ശകലം തുറന്നു, മുഴുവനായിട്ട് തുറക്കണം. അടുത്തതോ? രണ്ടും ഒരേ സംഗതി ഇങ്ങനെ കിടക്കല്ലേ, സംഗതിക്ക് അടി കൊടുക്കുക. അത് കഴിഞ്ഞ് അവിടൊരു പുതിയ പുലരിയോ അറിയാതെ മനസ്സറിയാതെ. സ്വത്താണ്, സ്വത്തോ. മോനെ നീ കഥവ് തുറന്നകത്ത് കയറി. ഇപ്പോഴാണ് നീ കഥവ് തുറന്ന് അകത്ത് കയറി ശുദ്ധമായിട്ട് അതങ്ങ് പാടി. അപ്പൊ ഇത് നേരത്തെ ഇതെന്ത് വന്നില്ല? അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. ട്യാക്കിൽ വന്നില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഈ വള്ളി നിക്കറിട്ടുണ്ട് വരരുത്, വള്ളി നിക്കറിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ സംഗതി വരത്തില്ല എന്ന് പറഞ്ഞാണ്. എനിക്ക് വേണ്ട, എല്ലാം കൊള്ളായിരുന്നു. അവസാനത്തെ ആ നിപ്പ് ഒഴിച്ച് ബാക്കിയല്ല. ആ നിപ്പ് സഹിക്കാൻ വയ്യായിരുന്നു കേട്ടോ. എന്തിനീ കാലിട്ട് ഞാൻ ആടുന്നേ? ആ ഡാൻസിന്റെ ഇതുവരെ തീർന്നില്ല, പിടപെടച്ചില്. അതിന്റെ ആ സ്റ്റെപ്പ് അതിന്റെ എങ്ങനെ നിൽക്കുകയാണ്. ശരി, തകർത്തു. ഓക്കെ, ഇവിടെ വിടാ എന്റെ മടിയിൽ. അതന്നെ കൊറേ നേരം ഇങ്ങോട്ട് വിളിക്കാതെ നോക്കും. ഇതാണ് നമ്മുടെ റിച്ചുകുട്ടൻ. റിച്ചുകുട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ അത്ഭുത പ്രതിഭാസമാണ്. എന്താണ് പറഞ്ഞത്? അത്ഭുത പ്രതിഭാസനമാണ്. ആസനമോ? ആസനമല്ല, പ്രതിഭാസം. അത്ഭുത പ്രതിഭാസം. അത്ഭുത പ്രതിഭാസം. ഇപ്പോ ഈ ടോപ്പ് സിംഗറിന്റെ ഉത്തുംഗ ശൃംഗത്തിലാണ് റിച്ചു നിൽക്കുന്നത്. എവിടെ? തുംഗശൃംഗം പറ. ഉത്തുംഗശൃംഗം. ഈ പാട്ടില്ലേ, ഇതിൽ ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉണ്ട്. ഫ്രാൻസി, ഈ അനുപല്ലവിയുടെ താളം കറക്റ്റ് ആയിരുന്നല്ലോ അല്ലേ? ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി അല്ലേ, ചെറുതായിട്ട്. അത് ശരിക്കും ഓർക്കസ്ട്രയുടെ പ്രശ്നമാണോ അതോ റിച്ചുകുട്ടൻ പാടിയതിന്റെ പ്രശ്നമാണോ? സത്യസന്ധമായി പറഞ്ഞാൽ സാർ, ഇവിടെ സത്യസന്ധമായി പറഞ്ഞാൽ കാരണക്കാരൻ താങ്കളുടെ മടിയിലുണ്ട്. എടാ, നീ അത് പറ്റിച്ചു കളഞ്ഞല്ലോടാ.
അതെങ്ങനെയാണ് അനുപല്ലവി എങ്ങനെയാണ് അത്? ചരണമാണ് സാർ കുഴപ്പം വന്നത്. ചരണം. അപ്പൊ നമുക്ക് ചരണത്തിന്റെ എന്റെ എങ്ങനെയാ ഒന്ന് പാടിക്കും. ഇപ്പൊ കറക്റ്റായി അല്ലേ? ഇപ്പൊ കറക്റ്റ് ആണോ? അറിയാമോ അതെടുത്ത കറക്റ്റ് ആണല്ലേ? ആ, അടിപൊളി, മിടുക്കനാണ്. അയ്യോ, നമ്മുടെ റിച്ചു അല്ലേ? ചക്കരെ അസലായിട്ട് പാടി. അയ്യോ, ഈ ഒരു പ്രായത്തില് നമ്മളിങ്ങനെ ഈ ഒരു പ്രായത്തില് എന്ത് രസമായിട്ട് പാടിയെന്ന് ഇങ്ങനെ പറയില്ലേ പല കണ്ടസ്റ്റൻസിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും. അവനത് മാത്രല്ല, മ്യൂസിക്കലി ഭയങ്കര ടാലന്റഡ് ആണ്. ആ സംഗതികളൊക്കെ പാടുന്ന കണ്ടില്ലേ, അത് ഈ ഒരു ഏജിൽ ഇമ്പോസിബിൾ ആണ് സത്യത്തിൽ. അങ്ങനെ പാടി അത് ഇത്രയും ഓർക്കസ്ട്രേഷൻ ഇത്രയും ഹെവി ആയിട്ട് വരുന്നു, ഇത്രയും ഡാൻസേഴ്സ് വരുന്നു, അതിനകത്തൊക്കെ അവനത് മാനേജ് ചെയ്യുന്നുണ്ട് മിടുക്കനായിട്ട്. ഇതിനോടൊക്കെ എന്താ പറയാ, നോക്കി എന്റെ മുഖം ചിരിക്കണോക്കടാ. അസലായിട്ട് പാടിട്ടാ. ഇനി നല്ലോണം പാട്ട് പഠിച്ച് ശ്രദ്ധിച്ച് പഠിച്ചിട്ട് പാടണം. അപ്പോഴാണ് രുചിക്കുട്ടൻ വലിയ കുട്ടിയാകുമ്പോ മിടുക്കനായിട്ട് പാടാൻ പറ്റുള്ളൂ. ഓക്കെ, സൂപ്പർ ആയിരുന്നു. ഇതെങ്ങനെ നോക്കണ നീ? സൂപ്പർ സൂപ്പർ. നമുക്ക് മുത്തൂസിനോട് ചോദിച്ചാലോ? മുത്തൂസിനെ വിളിച്ചു നോക്ക്. ഉണർത്തോ? ആ, എടുത്തോ മുത്തൂസിനെ എടുത്തോ. ആ, മുത്തൂസ് പറയുന്നു, റിച്ചൂട്ടൻ ഇന്ന് കലക്കി പാടിക്കളഞ്ഞു, അതുകൊണ്ട് ഈ റിച്ചൂട്ടന് ഇന്ന് എ അല്ല A+ ഗ്രേഡ് കൊടുക്കണം. അപ്പൊ പൂക്കുച്ചു വേണ്ടേ? അവിടെ പോയി അതിനെ തൊട്ട് തൊഴിൽ. കാത്തിരക്ഷിക്കണേ പറ. രാമരാമൊക്കെ പാടും. എല്ലാരും ഇപ്പൊ കുട്ടികളൊക്കെ വീട്ടിൽ ചെന്നാലേ അടി എന്ന് പറ. Congratulations, you are awarded A+ for the song. Thank you, sir. നീ ഉച്ചയ്ക്ക് ആരുടെങ്കിലും മുട്ടായി ചോദിച്ചായിരുന്നു? ആ, എന്തോ അങ്ങള് പറയാൻ പറഞ്ഞത്. എന്താ ആരടുത്ത് ചോദിച്ചു? സിന്ധു ആന്റിയോട് ചോദിച്ചു. മുട്ടായി വേണമെന്ന് പറഞ്ഞോ? കിട്ടിയില്ലേ? സിന്ധു ആന്റി അല്ലെങ്കിൽ ഞാൻ തരട്ടെ? എനിക്ക് എന്ത് തരും തിരിച്ച്? ഞാൻ തരും ഒരു മുട്ടായി. നിങ്ങൾക്ക് ഒരു മുട്ടായി തരുമോ? 2 മുട്ടായി. 2 മുട്ടായി. ചിന്ന ചിന്ന കണ്ണസൈവിൽ ഉന്നടിമയാകവാ. ആർക്കും വേണ്ട, മോൻ തന്നെ വെച്ചു കേട്ടോ. പൊട്ടും വേഗം പൊട്ടും. ആയില്ല, ഓൻ ബാക്ക് വലിച്ചു. അച്ഛമാരേ നോക്കടാ, നല്ല കുട്ടി. കൊള്ളാലോ ഇത്. പോയിക്കോളാൻ മതി. അതാ പോണ. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ടോപ്പ് സിംഗറിൽ ഓഡിയൻസ് ചോയ്സിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. ഓഡിയൻസ്, ഇന്ന് ആരുടെ പാട്ടാ കേൾക്കേണ്ടത്? ചേച്ചി വായോ.
പേരെന്താ? വിനീത രാജീവ്. വിനീത ചേച്ചി. വീട് എവിടെയാ? തിടനാട്. തിടനാട്. ഞങ്ങൾ പാലാ മഹാവിശ്വർമ്മ സഭയിൽ നിന്ന് വരുന്നത്. ആ ഓക്കെ. അപ്പൊ എല്ലാരും ടോപ്പ് സിംഗർ കാണാറുണ്ടോ? കാണാറുണ്ട്. കാണാറുണ്ട്. ചേച്ചിക്ക് ടോപ്പ് സിംഗറിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? കുട്ടികളുടെ പാട്ട് തന്നെയാണ്. പാട്ട് എല്ലാരും അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് പാടുന്നുണ്ട്. പാടുന്നുണ്ട്. ചേച്ചി പാട്ട് പാടോ? 2 ലൈൻ നോക്കാം. ഓക്കെ. വൈകി വരുന്നോർക്കും മോക്ഷം നൽകും വൈക്കത്തപ്പ പരമപ്രഭോ, അത്താഴപ്പട്ടിണിയാണീ ജന്മം, മൃഷ്ടാനമൊരു വട്ടം തരികയില്ലേ, വൈകി വരുന്നോർക്കും മോക്ഷം നൽകും വൈക്കത്തപ്പ പരമപ്രഭോ. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി. താങ്ക് യു. അപ്പൊ ടോപ്പ് സിംഗറിൽ ഏറ്റവും ഇഷ്ടം ആരെയാ? ആവണി. ആവണി. ആവണീനെ കാണണോ? കാണണം. വിളിക്കട്ടെ? ആ. വെൽക്കം ആവണി ഓൺ സ്റ്റേജ്. പാട്ടൊക്കെ കാണാറുണ്ട്, അടിപൊളിയാണ്. ചേച്ചിയുടെ പേരെന്താ? വിനീത. അവണീന്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി അവിടുന്ന് വന്നത്. അവണീനെ ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞു. താങ്ക് യു. ഏനുണ്ടോടി കേട്ട കൊള്ളാന്നുണ്ട്. ഓക്കെ. അപ്പൊ പാടി കൊടുക്കാം അല്ലേ? ഓക്കെ.
ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. MJ അങ്കിൾ, ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ടോപ്പ് സിംഗറിൽ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരു കം ബാക്ക് ഗേൾ ആണ് ശിവാനി, നമ്മുടെ ശിവു. വെൽക്കം ശിവാനി ഓൺ സ്റ്റേജ്. കെവൻസ് മിൽക്ക് ഷേക്ക് നൽകുന്ന ഒരു സമ്മാനം, ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഒരു സമ്മാനം ഡെൻസൻ ചേട്ടൻ കൊടുക്കണം. ശാന്തിഗിരി ഹൃദയരഞ്ജിനി പെയിൻ റിലീവർ ബാം രവി ചേട്ടൻ കൊടുക്കണം. മെമന്റ് ഓഫ് ദി ഡേ MJ അങ്കിൾ വെച്ച് കൊടുക്കണം.